Dubai Gold and Diamonds, Pride of Generations. പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. ഇത് സ്ഥിരം പരിപാടി തന്നെയാണ്. സൈക്കിളിന് വരെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള വണ്ടിക്കാരും ആംബുലൻസും കാര്യങ്ങളും വരുമ്പോഴുള്ള അവസ്ഥ ആലോചിക്കാലോ. ഇത് ഈ 10 ചാല് ഓടാനുള്ള വണ്ടിയാണ്. ഈ 10 ചാല് 2 ചാല് കട്ടായി എന്താ കിട്ടുന്നത്? ഗതാഗതക്കുരുക്ക് കൊണ്ട് കുപ്രസിദ്ധമായ അങ്ങാടിപ്പുറത്തെ ഈ ബ്ലോക്ക് ഒന്ന് കാണാം പ്രേക്ഷകർക്ക്. കാലങ്ങളായി പുതിയൊരു ബൈപ്പാസിനായി നാട്ടുകാർ ശബ്ദമുയർത്തുന്നു. അതൊന്നും നടന്നിട്ടില്ല. ഏതായാലും ഇന്ന് പ്രേക്ഷകർ കാണുന്നത് ഈ വള്ളുവനാടിലെ ഏറ്റവും ഗതാഗതക്കുരുക്കേറിയ അങ്ങാടിപ്പുറത്തെ കുപ്രസിദ്ധമായ ബ്ലോക്കിലെ കാഴ്ചകളാണ്. എത്ര നേരമായി ബ്ലോക്കിൽ കിടക്കാൻ തുടങ്ങിയിട്ട്? 1.5 മണിക്കൂറായി ബ്ലോക്കിൽ കിടക്കാൻ വേണ്ടി. എവിടെ നിന്ന് വരണതാ? എവിടെ നിന്ന് വരണത് നിങ്ങള്? ഞാൻ പാലക്കാട്. എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ബ്ലോക്ക് കണ്ടിട്ടുണ്ടോ? ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ആദ്യത്തെ ബ്ലോക്കാണെന്ന് പറയണം. പല സ്ഥലത്ത് പല വഴിക്കും ഇവർ വന്നിട്ടുണ്ട്. പക്ഷേ 1.5 മണിക്കൂറായി ഈ ലോറി ഈ അങ്ങാടിപ്പുറത്തെ ബ്ലോക്കിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ ഒരു സംഭവം ആദ്യമാണെന്നാണ് ആ ലോറിയിലെ ഡ്രൈവർ പറയുന്നത്. 4 വരിയായിട്ടാണ് അവിടുന്ന് വണ്ടികൾ വരുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ഒറ്റ ട്രാക്ക് ആവുകയാണ്. അതാണ്. അതെ, അതായത് പല സൈക്കിളിന് വരെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള വണ്ടിക്കാരും ആംബുലൻസും കാര്യങ്ങളും വരുമ്പോഴുള്ള അവസ്ഥ ആലോചിക്കാലോ. എവിടെ നിന്ന് എവിടേക്ക് പോവാ? ഞാൻ മലപ്പുറത്തേക്കാണ്. പെരുന്തൽമണ്ണ തന്നെയാണ്. 5 മിനിറ്റ് കൊണ്ട് ഏകദേശം പാലം സംഗതിയാണ്. ഇപ്പോൾ ഏകദേശം 11 മണിക്ക് പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ 11 കാലമായി. 15 മിനിറ്റോളായി. ഇപ്പോൾ അതും മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് അടിയിലോ കയറി വന്നുകൊണ്ട്. കാറൊക്കെ അരമണിക്കൂറിൻ്റെ മേലെ നോക്കിയാൽ മതി. 1.5 മണിക്കൂറായി കിടക്കുന്നു ലോറിക്ക്. അതെ, ലോറിയും ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ബസ്സുകാരുടെ അവസ്ഥ എന്തായിരിക്കും? ഇത് തീരൊന്നും ഒരു ചാൻസും കാണുന്നില്ല. ഒരു പാലം വേറെ വരികയല്ലാണ്ട് നേരെ നിവൃത്തിയൊന്നുമില്ല. അല്ലെങ്കിൽ മറ്റേ പുതിയ ബൈപ്പാസ് യാഥാർത്ഥ്യമാവണം. കോറോടം പാലം യാഥാർത്ഥ്യമാവണം. ഒരു പ്രതീക്ഷയില്ല. ഭരണമൊക്കെ മാറട്ടെ ഇൻഷാ അല്ലാ. കൂലി എത്ര കിട്ടുന്നവരെ? ഇന്നലെ കൂലി എത്ര കിട്ടിയാരോ? 300 റുപ്യ. ഇത് ഈ 10 ചാല് ഓടാനുള്ള വണ്ടിയാണ്. ഈ 10 ചാല് 2 ചാല് കട്ടായി എന്താ കിട്ടുന്നത്? അപ്പോൾ ആ പോകുന്ന കണ്ടില്ല നിങ്ങൾ? ആ കോളത്തിലാണ് വണ്ടിക്കാർ. ഇത് സമയം 5 മിനിറ്റ് വണ്ടികളെ ഗ്യാപ്പാണ് ഫുള്ള്. അപ്പോൾ ഞാൻ ഒന്ന് ബാഗിൽ നിന്നാൽ ഞാൻ ബാഗത്തെ വണ്ടി മുന്നിൽ പോകും. ഞാൻ ബാഗിൽ നിൽക്കുന്നത് കണ്ടാൽ മുന്നത്തെ വണ്ടി ബാഗിൽ വെക്കും. എവിടേക്കത് പോകാനുള്ളത്? ഒരുപാട് നേരമായി. അതായത് പല സ്ഥലത്തും പെട്ടെന്ന് എത്തേണ്ടതാണ്. പക്ഷേ എത്ര നേരമായി? കുറച്ച് നേരമായി. മലപ്പുറം. അപ്പോൾ ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ ഇവിടെ. 1 മണിക്കൂർ വേണ്ടി വരും. 1 മണിക്കൂറായിട്ട് വേണ്ടി വരും. എത്ര നേരമായി ഇതിനകത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട്? ഇതിനകത്ത് കുറച്ച് നേരമായി. എത്ര സമയം എടുക്കും? ഇനിയിപ്പോൾ അത് കുറച്ചും കൂടി പോകാണ്ടല്ലോ. ഇത് സ്ഥിരം പരിപാടി തന്നെയാണ്. 30 മിനിറ്റായി. വൈകുന്നേരം ട്രിപ്പ് പ്രശ്നത്തിലാണ്. ഇദ്ദേഹം 40 മിനിറ്റായി എന്നാണ് പറയണത്. ഈ ബ്ലോക്കിൽ കിടന്നുള്ള യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? എത്ര നേരമായി? കുറേ പെട്രോൾ വേണം. അതുകൂടാതെ ഭയങ്കര സ്കൂളിൻ്റെ ഒരു മീറ്റിങ്ങിന് എത്താനുള്ളതാണ്. അതുകൊണ്ട് ആ മീറ്റിങ്ങിൽ വളരെ എത്താൻ പറ്റാത്തൊരു കുട്ടികളൊക്കെ അങ്ങനെ പ്രയാസത്തിലിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ ബ്ലോക്ക് പെട്ടിട്ട് 40 മിനിറ്റായി. എത്ര മണിക്കൂറായി ഇവിടെ? 1.5 മണിക്കൂറിലേറെ. 1 മണിക്കൂർ. ഈ അങ്ങാടിപ്പുറം പോലെ വേറെ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതെന്തെങ്കിലും പരിഹരിക്കപ്പെടും തോന്നുന്നുണ്ടോ? ഒരു രക്ഷയില്ല. 1.5 മണിക്കൂർ ഇന്നത്തെ ദിവസം ഇവിടെ പോയല്ലേ? എവിടെ നിന്ന് വരണേ? പെരിന്തൽമണ്ണ. ഈ പെരിന്തൽമണ്ണയിൽ നിന്ന് തിരുവക്കാട് വരെ എത്തണ്ടുള്ളൂ. വെറും 5 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലം. പക്ഷെ 1.5 മണിക്കൂർ ഇവിടെ കിടന്നു അല്ലേ? മണിക്കൂറോളായി. ഞാൻ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്ത് ലോഡ് കൊണ്ടുവരുന്നതാ. പെരിന്തൽമണ്ണ ഇറക്കി, ഇനി മലപ്പുറം ഇറക്കി, കോഴിക്കോട് ഇറക്കിയിട്ട് വേണം വല്ല ലോഡ് കിട്ടാനായിട്ട്. ഇവിടെ ഒരു 1/2 മണിക്കൂറിന് മുകളിലായി അവിടുന്ന് വരി പിടിച്ചു വന്നു തുടങ്ങി. ഇങ്ങനെ ഒരു ബ്ലോക്ക് ഇവിടെ കാലങ്ങളോളായിട്ട് എന്ന് ഈ തന്നെ. ഇവിടെ ഈ മേൽപ്പാലം ഒന്നും വലുതാക്കാണ്ട് ഒരു രക്ഷയില്ല. ബൈപ്പാസ് ആയാലും കുഴപ്പമുണ്ടാവില്ല. ബ്ലോക്ക് തീരും. കാലങ്ങളോളായിട്ട് ഈ ബ്ലോക്ക് തന്നെ. എത്രയും ബ്ലോക്ക് ഇപ്പം കൂടി വരിക. ഇപ്പോൾ ഇങ്ങനെ ബ്ലോക്ക് ഇവിടെ ഈ അടുത്ത സ്ഥലത്തൊന്നുമില്ല, എറണാകുളത്ത് ഒഴിച്ച്. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിൻ്റെ കാഴ്ചകൾ പ്രേക്ഷകരെ കണ്ടെങ്കിൽ ഈ ദുരിതം മറ്റെവിടെയുമില്ലെന്ന് യാത്രക്കാർ, ലോറി ഡ്രൈവർമാരുൾപ്പെടെ പറയുന്നുണ്ടെങ്കിൽ ബസ് ഡ്രൈവർമാർ, ജീവനക്കാർ പറയുന്നത് ഇത് ഓട്ടം നിർത്തിവെക്കേണ്ടി വരും, ടൈമില്ലാത്ത ഓട്ടമാണ്, ഇതിനൊക്കെ ഒരു പരിഹാരം വേണമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കേണ്ടത് അധികൃതരാണ്. ഇനിയും ഓരോടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി
നീണ്ടുപോയാൽ ഒരുപക്ഷെ ഈ കുരുക്ക് മുറുകിക്കൊണ്ടേയിരിക്കും. എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണേണ്ടത് രാഷ്ട്രീയം വ്യത്യാസമില്ലാതെ, ഈ വികസനത്തിൽ രാഷ്ട്രീയമില്ലാതെ എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരിൽ ഭൂരിഭാഗം പേരും നമ്മോട് പറഞ്ഞത്. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്, നില 24 ലൈവ്.